ഹായ് ഫ്രണ്ട്സ്, ദുഃഖവെള്ളിയാഴ്ചയായിരുന്നു. ഇന്ന് മല കയറാനൊന്നും പോകാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എറണാകുളത്താണുള്ളത്. അതുകൊണ്ട് തന്നെ മലകയറ്റമൊക്കെ പോകണമെങ്കിൽ വല്ല മലയാറ്റൂരൊക്കെ പോകണം. അവിടെ ഒന്നും പോകാനൊന്നും സാധിച്ചില്ല. സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് മല കയറാൻ പോയില്ല. രാവിലെ കോട്ടയം രൂപത്തിൽ അടുത്ത് തന്നെ ഒരു കോട്ടയം രൂപത്തിൽ പള്ളിയുണ്ട്. അവിടെ പോയി കുർബാനയൊക്കെ കൂടി. കുർബാനയല്ലായിരുന്നു ഇന്ന്, ദുഃഖവെള്ളിയുടെ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂടി രാവിലെ 9 മണിയായപ്പോൾ അവിടെ ദുഃഖവെള്ളിയുടെ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പോയി കൂടി പങ്കെടുത്തു. 11:30 വരെ അവിടെ പങ്കെടുത്തു. അതിനുശേഷം പോന്നു. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് മല കയറാൻ പോകാതിരിക്കുന്നത്. ഒരുപാട് നൊസ്റ്റാൾജിയുള്ളൊരു ദിവസമാണ് സത്യത്തിൽ ഈ ദുഃഖവെള്ളിയാഴ്ച എന്നൊക്കെ പറയുന്ന മല കയറാൻ പോവുക, അവിടെ പോയിരുന്ന മല കയറ്റം, അതുപോലുള്ള നേർച്ചക്കഞ്ഞി കുടി, അങ്ങനെയുള്ള പല പല സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അതെല്ലാം മിസ്സായിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്രാവശ്യത്തെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിരുന്നു. പക്ഷേ എറണാകുളത്താണെങ്കിലും എറണാകുളം അങ്കമാലി രൂപതയുടെ പള്ളികളിലൊന്നും ഞാൻ പോയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെയെല്ലാം വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭാഗ്യത്തിന് ഏതായാലും ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ അടുത്തൊരു കോട്ടയം രൂപതയുടെ പള്ളിയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്രാവശ്യത്തെ വിശുദ്ധവാര ആചരണമൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോട്ടയം രൂപതയുടെ പള്ളിയിലാണ് നടത്തിയത്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. നല്ല രീതിയിലുള്ള ഭക്തിനിർഭരമായ കുർബാനയാണ് അവിടെ അർപ്പിച്ചത്. കാരണം അച്ഛനാണെങ്കിൽ പോലും നല്ല രീതിയിൽ നല്ലൊരു സന്ദേശമൊക്കെ നൽകി, ദുഃഖവെള്ളിയുടെ സന്ദേശമൊക്കെ നൽകി നല്ല രീതിയിലുള്ള ആരാധനകളാണ് അവിടെ നടന്നത്. എല്ലാം മനസ്സിനൊരു നല്ല കുളിർമയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അടുത്ത വർഷമെങ്കിലും നല്ല രീതിയിലൊരു മലകയറ്റം ദുഃഖവെള്ളിയുടേതായിട്ടുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹമുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനയും ഈ എല്ലാം പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്രാവശ്യം തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഈ വർഷം ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളതുകൊണ്ട് പക്ഷേ എല്ലാം നമുക്ക് അടുത്ത വർഷം സെറ്റപ്പായിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ.